പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയ ബൈക്കല്ല, മറിച്ച് ഒരു 4-year റൈഡർ എക്സ്പീരിയൻസ് ആണ് മെറ്റിയോർ 350. നമ്മളെല്ലാവരും ഇന്ത്യക്കാരെല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മളൊരു വികാരമാണ് ഈ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഒരു വണ്ടി. പക്ഷേ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ റോയൽ എൻഫീൽഡിന്റെ പഴയ ഒരു ഗിയർ സിസ്റ്റത്തിന്റെ ചേഞ്ച് വന്നുണ്ടാക്കിയ ഒരു മോഡലുകളിലെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും പ്രകടമായൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതതിന്റെ വൈബ്രേഷൻ ആയിരുന്നു. എന്തുകൊണ്ടാണ് മെറ്റിയോറിനെ വ്യത്യസ്തമാക്കുന്നത്? അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എഞ്ചിനിൽ റോയൽ എൻഫീൽഡ് വരുത്തിയ പ്രകടമായിട്ടുള്ള മാറ്റമാണ്. അതെ, നമുക്ക് എല്ലാവർക്കും റോയൽ എൻഫീൽഡിനെ ഇഷ്ടപ്പെടുത്തിയ വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ള ജെ സീരീസ് എഞ്ചിൻ. 2020 നമ്മുടെ റോയൽ എൻഫീൽഡ് ഈ ജെ സീരീസ് എഞ്ചിനായിട്ട് അവർ മെറ്റിയോറിനെ ഇറക്കിയത്. ഒപ്പം തന്നെ മെറ്റിയോറിൽ അവർ അതുവരെ റോയൽ എൻഫീൽഡ് ചെയ്യാത്ത ടെക്നോളജിക്കലായിട്ടുള്ള കുറെ അപ്ഗ്രേഡേഷൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്രൂയിസ് ബൈക്ക് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആസ് എ ഓണർ റിവ്യൂ ദാറ്റ് ഈസ് മെറ്റിയോർ 350. മെറ്റിയോർ 350യുടെ ഒരു 4-year റിവ്യൂ അല്ലെങ്കിൽ 4-year റൈഡിങ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയണത്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഒരു കാര്യം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു റെട്രോ മോഡൽ ബൈക്ക് എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് ശരിക്കും കംഫർട്ടായ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് മോഡൽ വണ്ടികളാണ്. കാരണം ഒന്ന്, സ്പോർട്സ് വണ്ടികൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വൈബ്രേഷൻ കുറവായിരിക്കും. വളരെ ലൈറ്റായിട്ട് നമുക്ക് ഓടിച്ചു നടക്കാം. നല്ല പെട്ടെന്നുള്ളൊരു എടുത്തു പോകാനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയായിരിക്കും. ഒരു ഓട്ടയ്ക്കും കാര്യങ്ങളൊക്കെ തന്നെ, അതായത് നല്ലൊരു ടോർക്കുള്ള വണ്ടിയായിരിക്കും. സോ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ വണ്ടി എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ ഇതിൻ്റെ വൈബ്രേഷൻ എനിക്കിഷ്ടമായിരുന്നില്ല. സോ എൻ്റെ ഡ്രീമിൽ ഒരിക്കലും റോയൽ എൻഫീൽഡ് ബൈക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ ഈ വണ്ടി എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു രസകരമായൊരു സ്റ്റോറിയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വണ്ടി ഒരു സ്പോർട്സ് ബൈക്കായിരുന്നു, ജിക്സർ 250. പക്ഷേ എനിക്ക് ഒരുപാട് ലോങ് റൈഡ് വരുന്നൊരു അവസ്ഥ വന്നു. കാരണം എനിക്ക് ജോലി സ്ഥലം മാറ്റമായി. അപ്പോൾ എനിക്ക് അറൗണ്ട് ഒരു 100 കിലോമീറ്റർ ഒരു ദിവസം വണ്ടി ഓടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. സോ ഞാൻ വിചാരിച്ചു ആ ഒരു വണ്ടി മാറ്റണം. കാരണം എനിക്ക് അതിൻ്റെ പൊസിഷൻ തീരെ കംഫർട്ട് ആവുന്നില്ല കുറേ ലോങ് റൈഡ് പോകുമ്പോൾ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സ്പോർട്സ് വണ്ടികളുടെ പ്രത്യേകത, നമുക്ക് എപ്പോഴും ഒരു ബാക്ക് പെയിൻ, ഒരു ഷോൾഡർ പെയിൻ, അതുപോലെ തന്നെ കാലിന്റെ മസിൽ പെയിൻ ഒക്കെ വരും. അതിന്റെ പൊസിഷൻ എങ്ങനെയാണ്, ഒരു ചെറിയൊരു ഡ്രൈവ് അല്ലാതെ വളരെ ലോങ്ങിലേക്ക് ദീർഘകാലം അത് ഓടിക്കാൻ പറ്റില്ല. സോ ഞാൻ വിചാരിച്ചു നല്ലൊരു വണ്ടി എടുക്കാം, കുറച്ചുകൂടി വെയിറ്റ് ഉള്ളൊരു വണ്ടി എടുക്കാം. പക്ഷെ അപ്പോഴും റോയൽ എൻഫീൽഡിന്റെ ഓപ്ഷനിലില്ല. അങ്ങനെ ഇരിക്കെ ഹൈനസ് 350 ഇറങ്ങിയ ഒരു കഥ ഞാൻ കേട്ടു. ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടു, കൂട്ടത്തിൽ ഈ വണ്ടിയുടെ റിവ്യൂ കണ്ടു. 2020 സംഭവിക്കുന്നത്. അങ്ങനെ ഞാൻ ഉറപ്പിച്ചു, അതായത് ഹൈനസ് 350 എടുക്കാം. കാരണം ഒന്ന്, ഹോണ്ട എന്ന കമ്പനി, അതിന്റെ എഞ്ചിന്റെ റിഫൈൻമെന്റ്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനെ ഇരിക്കെ ഞാനൊരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഹോണ്ട ഷോറൂമിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിലാണ് റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ഉള്ളത്. സോ ഞാൻ ആദ്യം അവിടെ നിന്ന് വണ്ടി നിർത്തി നോക്കുമ്പോൾ ഈ സെയിം വണ്ടി അവിടെ ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു വണ്ടി കണ്ടിട്ടില്ലല്ലോ, ഇത് തണ്ടർബേർഡ് അല്ല, സംതിങ് ഡിഫറെന്റ്. നമ്മൾ കാണുന്ന ഒരു ലുക്ക് ഉണ്ട്. ശരിക്കും എൻ്റെ ഒരു ആഗ്രഹത്തിന് പറ്റിയ ഒരു ടൂറിംഗ് പർപ്പസ് പറ്റിയ വണ്ടിയാണ്. ഇതിന്റെ വിൻഷീൽഡും ഇതിന്റെ സീറ്റിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ഷോറൂമിൽ ചെന്നു. ഈ വണ്ടി പറഞ്ഞു, ഇതാണ് സാർ പുതിയൊരു വണ്ടിയാണ്, ഇത് റോയൽ എൻഫീൽഡിന്റെ മെറ്റിയോർ 350 എന്നുള്ളൊരു വണ്ടിയാണ്. അപ്പൊ എൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ സാർ എന്തായാലും പറ്റിയ വണ്ടിയാണ്, ഒന്ന് ഓടിച്ചു നോക്കുന്നു പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ വണ്ടി റൈഡ് ചെയ്തു. ഞാൻ വിചാരിച്ചേക്കാൾ കൂടുതൽ ദൂരം ഞാനെന്നാ വണ്ടി റൈഡ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ റൈഡിങ് കൊണ്ട് സത്യം പറഞ്ഞാൽ ഈ വണ്ടി എൻ്റെ മനസ്സിലേക്ക് കയറി പറ്റി. പിന്നെ ഞാൻ ഹൈനസ് 350 കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സോ ഞാൻ അപ്പോൾ തന്നെ വന്നു ഈ വണ്ടി എന്താ പറയുക ബുക്കിംഗ് ചെയ്തു. ബുക്കിംഗ് ചെയ്ത സമയത്ത് അവർ നമുക്കൊരു ഓപ്ഷൻ തന്നിരുന്നു. അതായത് റോയൽ എൻഫീൽഡിന് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 10,000 മുകളിലേക്ക് നമ്മളതിൻ്റെ അഡീഷണൽ ആയിട്ട് നമ്മളിതിലേക്ക് ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, കസ്റ്റമൈസ് കമ്പനി വഴി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്രാൻഡിങ് കമ്പനി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് കാഴ്ചയിൽ മാത്രം ഇഷ്ടമുള്ള, എന്നാൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന വൈബ്രേഷൻ കൊണ്ട് ഇഷ്ടമില്ലാതിരുന്നൊരു വണ്ടി, അതിനുണ്ടായിട്ടുള്ളൊരു മാറ്റം, അതിൻ്റെ ഒരു പുതിയൊരു വെഞ്ചറിൽ, അതായത് UK ഇന്ത്യൻ വെഞ്ചറിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ സീരീസ് എഞ്ചിനുള്ള ഈ വണ്ടി ലോഞ്ച് ചെയ്തത്. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, സത്യസന്ധമായിട്ടൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, 2021 ഏപ്രിലാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ വണ്ടി എനിക്ക് സത്യം പറഞ്ഞൊരു മിഷൻ മാത്രമല്ല, എനിക്ക് അത്രയും എനിക്ക് പ്രിയപ്പെട്ടതാണ് ശരിക്കും വണ്ടി. ഒരു മെഷീനേക്കാൾ ഉപരി എൻ്റെ എല്ലാ റൈഡിലും എന്നെ അത്രയും കംഫർട്ടാക്കിയ ഒരു വണ്ടിയാണ് ഈ വണ്ടി. മാത്രമല്ല എനിക്ക് ഏകദേശം ഒരു 100 കിലോമീറ്റർ മുകളിൽ ഒരു ദിവസം റൈഡ് വരുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കാറിലിരുന്നു കൊണ്ട്, ഒരു സോഫയിലിരുന്നു കൊണ്ട് നമ്മൾ റൈഡ് ചെയ്യുന്ന ഒരു ഫീലാണ് ഈ ഒരു വണ്ടി നമുക്ക് തരാം. ആ കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ് ഈ വണ്ടി. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ലോങ് ക്രൂയിസിങ് ആണെങ്കിൽ, ഒരു
ഡീസൻറ്റ് മൈലേജിൽ ഒരു അഫോർഡബിൾ റേറ്റുള്ള ഒരു വണ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ആലോചിക്കാതെ കണ്ണടച്ചെടുക്കാൻ പറ്റിയൊരു ബൈക്കാണ് റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു മെറ്റിയോർ 350. അപ്പോൾ നമ്മുടെ ഒരു 4 ഇയർ എക്സ്പീരിയൻസ്, അതിൽ നമ്മളിപ്പോൾ 47,000 കിലോമീറ്ററിന് മുകളിൽ ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞു. ഈ വണ്ടി എനിക്ക് ഇതുവരെ റോട്ടിൽ ഒരു പണിയും തന്നിട്ടില്ല, ഈവൻ പഞ്ചറിങ് പോലും എനിക്ക് തന്നിട്ടില്ല. അതെനിക്ക് ഏറ്റവും ആ ഒരു പോയിന്റാണ് ഈ വണ്ടി എനിക്ക് ശരിക്കും ഏറ്റവും പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത്. ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട്, അതായത് വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാക്ക് പെയിൻ, സ്ട്രെസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ ഒരു ഓഫീസ് കഴിഞ്ഞ് നമുക്ക് അന്നത്തെ സ്ട്രെസ്സൊക്കെ തന്നെ ഈ ഒരു വണ്ടി റൈഡ് ചെയ്ത് ഞാൻ വീട്ടിലെത്തുമ്പോൾ അത് വളരെ റിലാക്സായി റിലീസായി നമ്മളെ ഒരു നല്ലൊരു മൂഡിലേക്ക് എത്തിക്കും. ആ റൈഡിങ് തന്നെ നമുക്ക് ഭയങ്കര ആസ്വദിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഒപ്പം തന്നെ ഇതിനൊരു മൈലേജ് അഫോർഡബിൾ ആണ്. ഹീറ്റിംഗ് ഇഷ്യൂ, കാര്യമായൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. ഒപ്പം തന്നെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു എന്താ പറയുക ഷോക്ക് അബ്സോർബർ സിസ്റ്റമാണ്. ബ്രേക്കിംഗ് അത് എടുത്ത് പറയേണ്ടതാണ്. റോയൽ എൻഫീൽഡ് എപ്പോഴും റോയൽ എൻഫീൽഡിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണ്ടിരുന്നത്. സോ ഈ വണ്ടിക്ക് ഏകദേശം 200 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. നമ്മൾ ഒരു 80 കിലോഗ്രാം ഉള്ള 2 വ്യക്തികൾ കയറുമ്പോൾ ഏകദേശം ആ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് ഒരു 360 കിലോഗ്രാം ആയിട്ട് മാറുന്നുണ്ട്. ഈ സമയത്ത് ഈ വണ്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സുഖമായിട്ട് ഓടിക്കാൻ പറ്റിയ സ്പീഡ് എന്ന് പറഞ്ഞാൽ 90 km/h ആണ്. ഏറ്റവും സ്വീറ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സ്പീഡ്. ആ ഒരു സ്പീഡിൽ പോകുമ്പോൾ ബ്രേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മുന്നിൽ വരുന്നത് 300 mm ബാക്കിൽ വരുന്ന ഡിസ്ക് 270 mm ഡിസ്ക്കാണ്. അത് വളരെ സൂപ്പറായിട്ടുള്ളൊരു ABS ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിക്കുള്ളത്. കൃത്യമായിട്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വണ്ടി സ്കിഡ് ആവാതെ എന്നാൽ വേണ്ട സമയത്ത് പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള ബ്രേക്ക് ഈ വണ്ടിയിലുണ്ട്. അപ്പോൾ 4 വർഷത്തെ ഏകദേശം ഒരു 48,000 കിലോമീറ്ററുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ വണ്ടിക്ക് ഔട്ട് ഓഫ് 100 മാർക്ക് തന്നെ കൊടുക്കും. 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ വണ്ടിക്ക് ഔട്ട് ഓഫ് 100 മാർക്ക് കൊടുത്തത്. കാരണം ഞാൻ ആവറേജ് 100+ കിലോമീറ്റർ റൈഡ് ചെയ്യുന്ന ഒരാളാണ് ഒരു ദിവസം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റൈഡിങ് കംഫർട്ട്, എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡീസൻറ്റ് മൈലേജ്. അതായത് അബവ് 40+ ആണ് ഇതിൻ്റെ മൈലേജ്, ഒരു ആവറേജ് മൈലേജ്. സോ ഒരു 350 എഞ്ചിനുള്ള CC ഒരു വണ്ടിക്ക് അത്രയും ഡീസൻറ്റ് മൈലേജ് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടൊരു കാര്യമാണ്. നിങ്ങൾ കാണുന്ന ഈ വണ്ടി റോയൽ എൻഫീൽഡ് മെറ്റിയോർ 350 2021 ലോഞ്ച് ചെയ്തൊരു വണ്ടിയാണ്. അതിൻ്റെ സൂപ്പർനോവ എന്ന് പറയുന്ന ഒരു ടോപ്പ് എൻഡ് മോഡലാണിത്. ഈ മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ മോഡലിൽ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് കമ്പനി തന്നെ ഒരു വിൻഡ് ഷീൽഡ് നമുക്ക് തരുന്നുണ്ട്, ഒരു വിൻഡ് വൈസർ നമുക്ക് തരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പില്ലണിന് വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക് റെസ്റ്റും നമുക്ക് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഇത് രണ്ടും സ്റ്റോക്കിൽ നമുക്ക് വരുന്നതാണ്. മാത്രമല്ല ടോപ്പ് എൻഡ് മോഡലിൻ്റെ അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീലാണ്. അപ്പോൾ ഡയമണ്ട് കട്ട് അലോയ് വീൽ, ഒപ്പം തന്നെ വിൻഡ് വൈസർ, ഒപ്പം തന്നെ ഈ പില്ലണിന് വരുന്ന ഈ ബാക്ക് സപ്പോർട്ട്. എടുത്തു പറയേണ്ട മറന്നുപോയൊരു കാര്യം, ഈ ഒരു കളറ് സൂപ്പർനോവ എന്ന് പറഞ്ഞ മോഡലിലേ വരുന്നുള്ളൂ. ഒപ്പം തന്നെ സ്റ്റിക്കർ അല്ലാത്ത റോയൽ എൻഫീൽഡിന്റെ ഒരു ബാഡ്ജിങ് ആണ് ഇത്തരത്തിലുള്ള ഒരു ടോപ്പ് എൻഡ് മോഡലിൽ നമുക്ക് കാണാൻ പറ്റും. ഈ വണ്ടിക്ക് ഉള്ള മറ്റൊരു സവിശേഷത, ഈ വണ്ടി റോയൽ എൻഫീൽഡിന്റെ കസ്റ്റം ബിൽഡായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ്. കാരണം അന്ന് റോയൽ എൻഫീൽഡിന് ഒരു ഓഫർ ഉണ്ടായിരുന്നു. നമ്മളൊരു 10,000 അബവ് റേറ്റിൽ ഈ വണ്ടിയിൽ ഇതിന്റെ ജെനുവിൻ പാർട്സ് കമ്പനി തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി നമുക്ക് കസ്റ്റം ബിൽഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡിങ് തരും നമ്മുടെ പേര് വെച്ചിട്ട്. അത്തരത്തിൽ ചെയ്തെടുത്തൊരു വണ്ടിയാണ് ഈ വണ്ടി. നമ്മൾ ഈ വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കസ്റ്റമൈസ് ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്തൊരു കാര്യം, ഇതിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മളിതിൻ്റെ മിററാണ്. ഈ മിറർ സ്റ്റോക്കിൽ വരുന്ന മിററല്ല, ഇതൊരു ടൂറിങ് മിററാണ്. ഈ മിററിൻ്റെ പ്രത്യേകത ഏകദേശം 2000 മുകളിൽ വരുന്ന റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ മിററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എന്തായാലും നമ്മൾ ലോങ് റൈഡ് പോകുന്നൊരു വണ്ടിയാണല്ലോ, ക്രൂസ് ചെയ്ത് പോകുന്നതാണല്ലോ. ആ സമയത്ത് നൈറ്റ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ബാക്കിൽ നിന്നുള്ള വണ്ടികളുടെ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ നമുക്ക് വലിയൊരു പ്രശ്നമാണ് റൈഡേഴ്സിന്. സോ ഈ ഒരു ടൂറിംഗ് മിററിൽ അത്തരത്തിലുള്ള റിഫ്ലക്ഷൻസിനെയൊക്കെ അത് സോഫ്റ്റ് ആക്കും, നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ്. അത്തരത്തിലുള്ള ഒരു മിററാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സീറ്റാണ്. ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കംഫർട്ട് വരുന്ന ഒരു ഭാഗമാണ് അതിന്റെ സീറ്റ്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള ഒരു ടൂറിംഗ് സീറ്റാണ് വരുന്നത്. ഇത് ഏകദേശം 7,000 അബോ റേറ്റുള്ള ഒരു സീറ്റായിരുന്നു നമ്മളന്ന് ചെയ്തത്. ഇതും എനിക്ക് റൈഡിങ് കംഫർട്ടിൽ ഏറ്റവും മികച്ചതാക്കുന്നു ഈ വണ്ടിനെ. നമ്മൾ മൂന്നാമത് ചെയ്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ കസ്റ്റമൈസ് ചെയ്തത് ഇതിന്റെ ഫുഡ് പെഗ് ആണ്. അതായത്
ഡ്രൈവേഴ്സിന്റെ ഫുഡ് പാക്ക്. ഇത് നമ്മൾ വളരെ വീതിയുള്ള ഒരു ഫുഡ് പാക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ലോങ് ക്രൂയിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുഡ് വളരെ കംഫർട്ടായിട്ട് ഇതിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വളരെ ദീർഘദൂര യാത്രകൾക്ക് ഒരു തരത്തിലുള്ള മടുപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ഫുഡ് പാക്ക് ആയിരിക്കും ഇത്. നമ്മൾ നാലാമത് നമ്മൾ വരുത്തിയൊരു കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രാഷ് ഗാർഡാണ്. ഈ ക്രാഷ് ഗാർഡും നമ്മൾ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് അന്ന് നമ്മൾ ചെയ്തൊരു കാരണം ഈ വണ്ടി വളരെ വെയിറ്റ് ഉള്ളൊരു വണ്ടി ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങാനും സ്കിഡ് ചെയ്താൽ ഈ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അത് നല്ല ഒരു 200 kg വെയിറ്റുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഓവറോൾ പ്രൊട്ടക്ഷനെ നമ്മൾ എപ്പോഴും ഏറ്റവും വില കൂടിയുള്ളൊരു ക്രാഷ് ഗാർഡ് തന്നെ സെലക്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കണം. അതാണ് നമ്മുടെ നാലാമത്തെ കസ്റ്റമൈസേഷൻ. ഇത്രയും കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്തപ്പോൾ അതൊരു 12,000-ന്റെ മുകളിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും അന്നത്തെ ഒരു വണ്ടിയുടെ ഒരു ഇത് വെച്ചിട്ട് സ്കീം വെച്ചിട്ട് നമുക്കൊരു ബ്രാൻഡിങ് തന്നു. അത് നിങ്ങൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ, ഒരു റൈഡിങ് ആംഗിൾ നമുക്കൊന്ന് നോക്കാം. ഒരു റൈഡേഴ്സ് ട്രയാങ്കിൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതാ നമ്മളിത് നോർമൽ ഒരു വണ്ടിയിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വെക്കിക്കാല്. അത് സമയം കണ്ട കുറച്ച് നന്നായിട്ട് മുന്നിലോട്ട് കയറ്റി വെച്ചുകൊണ്ടുള്ള ഒരു റൈഡിങ് പൊസിഷനാണ്. മാത്രമല്ല കണ്ട ഇതിൻ്റെ സീറ്റ്, ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു സീറ്റ് ബാക്കിലേക്ക് വരുന്ന ഈ ഒരു സപ്പോർട്ടും ഒക്കെ തന്നെ നമുക്ക് നല്ല മികച്ച രീതിയിലുള്ള ഒരു റൈഡിങ് കംഫർട്ട് തരുന്ന ഒരു റൈഡേഴ്സ് ട്രയാങ്കിളാണ് ഈ വണ്ടിക്കുള്ളത്. അതാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഏറ്റവും. മാത്രമല്ല ഇതിൻ്റെ ഹാൻഡ്ലിങ് വല്ലാതെ മുന്നിലേക്കും അല്ല എന്നാൽ ബാക്കിലേക്കും അല്ല, കറക്റ്റ് പൊസിഷനിൽ, ഒരു ക്രൂയിസ് ബൈക്കിന് വേണ്ട കറക്റ്റ് പൊസിഷനിലാണ് ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ് വരുന്നത്. നമ്മളിതിൻ്റെ മീറ്റർ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്നാൽ മനസ്സിലാക്കാം. ശരിക്കും ഒരു കാറിൻ്റെ ഒരു ഡാഷ്ബോർഡിനെ അനുസ്മരിക്കുന്ന പോലെ ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഒരു മാറ്റമായിരുന്നു അന്നത്തെ. കാരണം പണ്ട് റോയൽ എൻഫീൽഡിൽ പറയുന്ന പ്രധാന ഒരു പ്രശ്നം ഇതിൻ്റെ എന്താ പറയുക, പെട്രോള് എത്രയാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഹാഫ് ഡിജിറ്റൽ പ്ലസ് അനലോഗ് ആയിട്ടുള്ളൊരു സ്പീഡോമീറ്റർ ഉണ്ട് നമുക്ക് ഈ വണ്ടിക്ക്. ഒപ്പം തന്നെ അതിൻ്റെ ഗിയർ ഇൻഡിക്കേറ്റർ ഇതിലുണ്ട്. ഒപ്പം തന്നെ ട്രിപ്പ് മീറ്റർ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഇത് റോയൽ എൻഫീൽഡ് അന്ന് ഏറ്റവും പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം, നമ്മുടെ മൊബൈലായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റവും ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ചസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. സ്വിച്ചസ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൊരു എൻജിൻ ഓൺ സ്വിച്ച്, അത് ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ്. ഒപ്പം തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു പാസ് ലൈറ്റ് വരുന്നത്. പിന്നെ അത്യാവശ്യം ഇതിൻ്റെ ഹോൺ, ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ബാക്കി എല്ലാ ബട്ടൺസും ഇതിൽ വരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ പാസ് സ്വിച്ചിൻ്റെ മുന്നിലായിട്ടൊരു ഐ ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നമുക്ക് ഇതിൻ്റെ ട്രിപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈഡിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ട്രിപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഞെട്ടിക്കുന്ന ഒരു ബൈക്ക് തന്നെയായിരുന്നു മെറ്റിയോർ. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈബ്രേഷൻ ഫ്രീ, അതാണ് ഈ വണ്ടിയുടെ USP. ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ബട്ടൺ ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് ആകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും, പമ്പിങ്ങിൻ്റെ സൗണ്ടാണ്. അത് നിന്നതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി ന്യൂട്രലാണെങ്കിൽ നമുക്കത് ജസ്റ്റ് മുന്നിലേക്ക് പ്രസ് ചെയ്താൽ വണ്ടി ഓൺ ആവും. അതേസമയം ഗിയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസർ ഉണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടെന്ന് വിചാരിക്കുക, ഓൺ ദ സ്പോട്ടിൽ വണ്ടി ഓഫ് ആവും. ഇതൊരു സേഫ്റ്റി ഫീച്ചർ ആഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സോ നമുക്ക് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ കേട്ടില്ലേ, സാധാരണഗതിയിലുള്ള ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു സൗണ്ട് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം മാത്രമുള്ള വൈബ്രേഷൻ ഇല്ല. പ്രത്യേകിച്ച് ഇതിന് നിങ്ങൾ ഒരു റിഫൈൻമെൻ്റ് ഉള്ളൊരു വണ്ടിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം ഇതൊരു തമ്പിങ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മളൊരു ടോപ്പ് ഗിയറിലൊക്കെ പോകുന്ന സമയത്ത്, നമ്മൾ ഹൈ സ്പീഡിൽ ഒരു 100 കടന്നു പോകുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻ, ചെറുത്, അതൊക്കെ നമുക്ക് ശരിക്കും പറയേണ്ട ആവശ്യം പോലില്ല, നമുക്ക് ഫീൽ ചെയ്യും. സോ ഏറ്റവും ലോയിലും മിഡിലും വളരെ സ്വീറ്റായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്രൂയിസർ ബൈക്കാണ് മൈ ഒപ്പീനിയൻ, മൈ എക്സ്പീരിയൻസ്, 4 ഇയർ എക്സ്പീരിയൻസ്. ഈ വണ്ടിയുടെ ലൈറ്റിനെ കുറിച്ചാണ് നമുക്ക് ഇനി സംസാരിക്കേണ്ടത്. ഇതിൻ്റെ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്ക് ഒരു ഇൻബിൽറ്റ് DRL ഉണ്ട്, ഡേ നൈറ്റ് റണ്ണിങ് ലാമ്പ് ഉണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ ലൈറ്റ് എന്ന് പറയുന്നത് ഹാലജനാണ്, LED അല്ല. പക്ഷേ അത് നിങ്ങളൊരു നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല. കാരണം നമ്മൾ ലോങ് റൈഡ് പോകുന്ന സമയത്ത് പല ടെറൈനിൽ കൂടി പല ക്ലൈമറ്റിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഹാലജനാണ്. അത് ഇതിൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഹാലജനാണ്. ഒരു ചെറിയൊരു ഡിമെറിറ്റ് LED കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്,
ബാറ്ററി അതിന്റെ പവർ കൺസപ്ഷൻ കൂടുതലായിരിക്കും. പക്ഷേ വിസിബിലിറ്റിക്ക് ഏറ്റവും നല്ലത് ഹാലജൻ ആണ്, പ്രത്യേകിച്ച് ലോങ് റൈഡേഴ്സിന്. സോ അത് ഈ വണ്ടിയിൽ വളരെ നല്ല ഒരു ഹാലജൻ ലൈറ്റ് യൂണിറ്റ് ആണുള്ളത് വിത്ത് DRL. ഈ വണ്ടിയുടെ ഇതിന്റെ ഒരു റിയറിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആണ് ഇതിന്റെ ബ്രേക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു റെട്രോ ക്ലാസിക്, ഒരു ഓൾഡ് ലുക്ക് കൊടുത്തിട്ടുള്ള ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് സിസ്റ്റം ആണ്. അതും എനിക്ക് വളരെ ഇഷ്ടമായി. അതും ഈ വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു റെട്രോ ഫീൽ നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഷോക്കപ്പ് ആണ്. ഇതിന്റെ റിയർ പ്ലസ് ഫ്രണ്ട് ഷോക്കപ്പ് വളരെ മികച്ചൊരു ഷോക്കപ്പാണ് ഈ വണ്ടിക്ക് തരുന്നത്. അത് ഏത് ടറൈനിലാണെങ്കിലും നമ്മൾ അറിയ പോലും അത്ര മികച്ചൊരു ഷോക്കപ്പാണ്, അതും എടുത്തു പറയാനാണ്. സോ നമ്മളൊന്ന് റിവ്യൂ ചെയ്തത് നമ്മൾ 4 വർഷം ഉള്ള എൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് മെറ്റിയോർ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ ഇറങ്ങിയിട്ടുണ്ട്, സൂപ്പർ മെറ്റിയോർ 650. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അതിനേക്കാൾ 650യേക്കാൾ ഏറ്റവും റൈഡിങ് കംഫർട്ടുള്ള, അതുപോലെ തന്നെ ക്രെഡിബിലിറ്റി ഉള്ള, മൈലേജ് ഉള്ള ഒരു മികച്ച ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും അഫോർഡബിൾ ക്രൂയിസ് ബൈക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദാറ്റ് ഈസ് മെറ്റിയോർ 350. ഫൈനലി നമുക്കൊരു കൺക്ലൂഷന് മുന്നേ നമുക്ക് പറയാനുള്ള ഒരു മേജർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഒരു 90 km/h ആണ് ഇതിൻ്റെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്പീഡ്. അതൊരു 120 വരെ നമുക്ക് പോകാൻ പറ്റും. 100 കടന്നാൽ ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ, അത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് ഫീൽ ചെയ്യാം. സോ ഇതിനെ ഒരു ലോ എൻഡ് ടോർക്കിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു ടോർക്കിൽ ഈ വണ്ടിയെ വെട്ടിക്കുന്ന ഒരുപാട് വണ്ടികൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ പർപ്പസ് അതല്ല. ആ വണ്ടികൾ ഓടിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം, കൂടുതൽ കാലം നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. 2, നമ്മൾ ഈ വണ്ടി വാങ്ങുമ്പോൾ, ഞാനിപ്പോൾ നമ്മൾ കാണുന്ന വണ്ടി 2021 വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള സൂപ്പർനോവ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. സോ നിങ്ങൾ ഒരു എന്താ പറയാ ഫയർബോളോ സ്റ്റെല്ലോറോ പോലുള്ള വേരിയന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതിനെ ഒരു ബാക്ക് റെസ്റ്റും അതുപോലെ തന്നെ ഒരു വിൻഡ് വൈസറും മസ്റ്റായിട്ട് നിങ്ങൾ വേണം. കാരണം ഒരു ലോങ് റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിൻഡ് ബ്ലാസ്റ്റിലെ പ്രൊട്ടക്ഷന് മസ്റ്റായിട്ടും ഇത് കേപ്പബിൾ ആണ്. സോ നമ്മളൊരു എന്താ പറയുക സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു റൈഡ്, ഒരു വണ്ടി പണിതരില്ല എന്ന് ഉറപ്പിച്ച് ഓടിക്കാൻ പറ്റുന്ന, ഒരു പില്ലണൊക്കെ വെച്ചിട്ട് പില്ലണ വളരെ കംഫർട്ടായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വണ്ടി, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൂറൊക്കെ ആണെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് 350 എടുക്കാം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ചെറിയൊരു കോൺസ് ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഓരോ റൈഡിന് ശേഷവും, പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് ഓരോ റൈഡിന് ശേഷവും ഇതിൻ്റെ ചെയിൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് അത് ലൂബ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ചെയിൻ നമുക്ക് ചെറിയ രീതിയിലുള്ള പണി തരും, അത് ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ചെറിയ കോൺസ് ആയിട്ട് പറയാനുള്ളത്. വേറൊക്കെ എനിക്ക് ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതൊരു മെഷീനേക്കാൾ ഉപരി എനിക്കൊരു ആത്മബന്ധമുള്ള ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു റോയൽ എൻഫീൽഡ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ഉള്ളൊരു സംശയമാണ് ഇതിൻ്റെ സർവീസിങ് എങ്ങനെയാണെന്നുള്ള കാര്യം. സോ ഇതിൻ്റെ സർവീസിങ് എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്ത് ആയിട്ട് പോകും. അത് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണണം. അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു പുതിയ ബൈക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.